തകർന്നു വീഴാറായ ഒറ്റമുറി വീട്ടിൽ ജീവിതത്തോടും രോഗത്തോടും മല്ലിട്ട ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് കോട്ടയ്ക്കൽ പൈക്കാടൻ വീട്ടിൽ ആമിന. അധികൃതരുടെ മൂക്കിനു മുന്നിലായിട്ടും കണ്ടിട്ടും കണ്ടിട്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ് ഈ വീട്ടമ്മയുടെ വലിയ ദുഃഖം. സന്ദീപ് കെ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയ്ക്കൽ എന്ന മഹാനഗരം ദിനംപ്രതി വികസിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയിലെ പ്രധാന കേന്ദ്രം. ഈ നഗരമധ്യത്തിൽ 1 സെന്റ് ഭൂമിയിൽ ഒറ്റമുറി. ബാനറുകളും ചാക്കുകളും തൂക്കിയ ഈ ഒറ്റമുറിയിൽ രോഗിയായ ഭർത്താവിനെയും ശുശ്രൂഷിച്ച് കഴിയുകയാണ് വീട്ടമ്മയായ ആമിന. കോട്ടയ്ക്കൽ നഗരസഭാ കാര്യാലയത്തിന് സമീപം BH റോഡിൽ ചെങ്കുത്തായ ഇറക്കത്തിൽ പൊളിഞ്ഞ് വീടാറായ വീട്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി നിരവധി രോഗങ്ങളുടെ പിടിയിലാണ് ഭർത്താവായ മുഹമ്മദ്. മക്കളില്ലാതെ ഇവരുടെ വിശപ്പടക്കാനും ചികിത്സയ്ക്കുമായി അവശയായിട്ടും ഈ വീട്ടമ്മ കോട്ടയ്ക്കൽ പാറമ്മലിലെ ബീഡി കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ്. ദിവസവും 100 രൂപയ്ക്ക് താഴെ മാത്രമേ വേതനം ലഭിക്കുകയുള്ളൂ. ഇത് മരുന്നിന് പോലും തികയാത്ത സ്ഥിതിയാണ്. തകരപ്പാട്ട കൊണ്ടുണ്ടാക്കിയ വാതിൽ തുറന്നാൽ ഒറ്റമുറി വീട്ടിൽ വൃത്തിഹീനമായ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത് ഭർത്താവിനെ പരിചരിക്കുന്ന ആമിന തങ്ങളുടെ ദുരവസ്ഥ കാണാൻ അധികൃതർക്ക് കഴിയുമോ എന്ന നിസ്സഹായ ചോദ്യമാണ് ഉന്നയിച്ചത്. ഞങ്ങൾക്ക് പുതിയ വീട് വേണമെന്നുള്ളൊരു ധനം ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ ഈ പേരെന്ന് ഒരു റിപ്പോർട്ടിനൊരു ആയി കിട്ടിയാൽ മതി. ജീവിതം ഇങ്ങനെ വീട് കമ്പനിയിൽ പോയിട്ട് ഇതിനും മരുന്നിനും നല്ല പൈസ വേണം. അടുത്ത വീട്ടിലേക്കാണ് കാറ്റുമായി വന്നാൽ ഞങ്ങൾ പോവല്. പിന്നെ ചോർന്നിട്ടാണെങ്കിൽ അത് കിടക്കാനൊന്നും വയ്യ. ഇഴജന്തുക്കളുടെ ശല്യം മൂലം ഉറങ്ങാൻ കഴിയാത്ത ഈ വീട്ടിൽ ഈ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ട സഹായത്തിനായി അപേക്ഷയുമായി നിരവധി തവണ പല ഓഫീസുകൾ കയറിയിറങ്ങി. എങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. നഗരസഭ രൂപവൽകൃതമാകുന്നതിന് മുമ്പ് പഞ്ചായത്തിൽ ഇവർ അപേക്ഷ നൽകിയിരുന്നു. ഇപ്പോൾ നഗരസഭയിലും അപേക്ഷ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിൽ രാത്രിയിൽ ഒരു കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന മേൽക്കൂരയും മഴ പെയ്താൽ അടുത്ത വീട്ടിൽ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയും, കുളിക്കണമെങ്കിൽ നേരം ഇരുട്ടിയാൽ പൊതു ടാപ്പിനെ ആശ്രയിച്ചു കഴിയുന്ന ഇവർക്ക് അധികൃതരോ സുമനസ്സുകളോ തങ്ങളുടെ വേദന കാണാതിരിക്കില്ല എന്ന പ്രതീക്ഷ ഇവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. സന്ദീപ് കെ നായർ, ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ.